ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് പ്രതിഷേധ സംഗമം ഒപ്പുമതിൽ സംഘടിപ്പിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി KM അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് അനുവദിക്കാതെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ പ്രവണതകൾക്കെതിരെ ജനപ്രതിനിധികളെ അണിനിരത്തി മുസ്ലിം ലീഗ് നടത്തുന്ന സമരമുറ വർത്തമാനകാലത്ത് ഏറെ പ്രാധാന്യം അറിയിക്കുന്നുവെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന തലത്തിൽ നടത്തുന്ന സമരപരിപാടിയുടെ ഭാഗമായുള്ള ഒപ്പുമതിൽ വളാഞ്ചേരി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവന്റെ ലൈഫ് ഭവന പദ്ധതിയും ക്ഷേമ പെൻഷനും മുടങ്ങി മാസങ്ങളേറെയായി. ബജറ്റിൽ നീക്കിവെച്ച പദ്ധതി വിഹിതം മുനിസിപ്പാലിറ്റികൾക്ക് ഇതുവരെയും നൽകിയില്ല. 2023-24 വർഷം അനുവദിക്കാതിരുന്ന മെയിന്റനൻസ് ഗ്രാന്റിലെ 1215 കോടിയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ 557 കോടിയും പ്രത്യേകം വിഹിതമായി സർക്കാർ അനുവദിക്കുക. 2024 മാർച്ച് 25-നകം ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ 1156.12 കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക. ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം സർക്കാർ തിരുത്തുക. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഒപ്പുമതിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. LGML സ്ഥാനം ഭാരവാഹി അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. മുജീബ് അലാസി സ്വാഗതം പറഞ്ഞു. കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി, മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് TK ആബിദ് അലി, ജനറൽ സെക്രട്ടറി നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി, സെക്രട്ടറി നസീർ അലി പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. CM റിയാസ് നന്ദിയും പറഞ്ഞു. ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ച് ഇപ്പൊ തന്നെ ഏകദേശം 2928 കോടി രൂപയാണ് ഈ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ കവർന്നിരിക്കുന്നത്. ഇപ്പോ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഓൺ ഫണ്ട് ഇല്ലാത്ത മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ പഞ്ചായത്തുകളൊക്കെ ആകെ ഞെരുങ്ങി ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വലിയ പ്രക്ഷോഭം കേരളക്കരയിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എത്ര കോടി രൂപയാണ് കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷം, ഇപ്പൊ ഈ വർഷം ഇപ്പോൾ പോലും എത്രയാണ് ഫണ്ട് എന്ന് പോലും പറയാത്ത രീതിയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ സമീപനം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഒപ്പുമതിൽ എന്ന രീതിയിൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇന്ന് നടന്നു. 2023-24 വർഷത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമായിട്ട് ബജറ്റിൽ അനുവദിച്ച 2928 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ലോക്കൽ മെമ്പേഴ്സ് ഗവൺമെന്റ് ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു ഒപ്പുമതിൽ സംഘടിപ്പിക്കുന്നത്. തനത് ഫണ്ട് ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തുകൾ വികസന കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരു വർഷത്തിനകം നമ്മുടെ സംസ്ഥാനം പോകാനിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോട് പ്രാദേശികമായി ജനങ്ങൾക്ക് അവർ നൽകിയ വാഗ്ദാനങ്ങളെ പൂർത്തീകരിക്കാനാവാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയോട് ജനങ്ങളുടെ ചോദ്യം കൃത്യമായി ഉണ്ടാവാൻ പോവുകയാണ്. കഴിഞ്ഞ 4 വർഷത്തെ വികസനത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇനി അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ളത്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ നമ്മളുടെ പ്രാദേശിക വികസനത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു താല്പര്യവുമില്ല എന്ന് ജനങ്ങളെ അറിയിക്കുക കൂടിയാണ് ഈ ഒപ്പുമതിലൂടെ ഇവിടെ നടക്കുന്ന സമരത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്ന ഒരു കണ്ടിട്ടില്ലാത്തത്ര അത്യപൂർവമായ ഒരു സമരത്തിനാണ് ഇന്ന് കേരളം സാക്ഷിയാവുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ അവർക്ക് അവകാശപ്പെട്ട തുക അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരം ഒരുപക്ഷെ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കേരളത്തിലെ
മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ അംഗങ്ങളുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇന്ന് ഇതുപോലുള്ള ഒപ്പുമതിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ സമരത്തിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഗ്രാമസ്വരാജ് എന്ന മുദ്രാവാക്യം വിഭാവനം ചെയ്തുകൊണ്ട് സാധാരണക്കാരിൽ അധികാരം കൊടുത്തുകൊണ്ട് എല്ലാ ലോക്കൽ ബോഡിയിലേക്കും അധികാരം കൊടുക്കുകയുണ്ടായി. പക്ഷേ അധികാരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ അധികാരം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഫണ്ട് കൊടുത്താൽ മാത്രമേ സാധാരണക്കാരന് അധികാരം നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ആ ഫണ്ട് കൊടുക്കാതെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.